വാവള്ളി വരപൂജ്യം. വാവള്ളി വരപൂജ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. എനിക്കെൻ്റെ അച്ഛന് ജീവനാണ്. അച്ഛൻ ഈശ്വരൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്. കാവലായി ആ കരങ്ങളുള്ളപ്പോൾ കാറ്റുപോലും ഏൽക്കില്ല. അങ്ങനെ താങ്ങായി തണലായി നിൽക്കേണ്ട ആ ഒരാൾ എങ്ങനെ ആയിരിക്കണമെന്ന് തെല്ലൊന്ന് ചിന്തിക്കുവാനാണ് ആദ്യം തന്നെ ഈ വരിയിൽ അങ്ങ് തുടങ്ങിയത്. ഇനി വിഷയത്തിലേക്ക് എത്താം. ഈ ഇടയ്ക്ക് പത്തനംതിട്ട അടൂരിൽ നിന്നും നമ്മളൊരു വാർത്ത കേട്ടു. 16-കാരിയായ മകളെ സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചു. എങ്ങനെയാണോ ഇത്ര ക്രൂരമായിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? സ്വന്തം കുഞ്ഞല്ലേ, ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടാകും? ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ട കൈകളിലാണ് അവൾക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. സ്കൂളിലെ കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി ഈ കാര്യം തുറന്നു പറയുന്നത്. ശേഷം അധ്യാപിക വിവരം പോലീസിനെ അറിയിക്കുന്നു. കുട്ടിയും കുടുംബവും വിദേശത്തായിരുന്നു. അവിടെ വെച്ച് 2020-ൽ കുട്ടിയുടെ അമ്മ അസുഖബാധിതയാവുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. തുടർന്നാണ് കുടുംബം നാട്ടിലേക്ക് വരുന്നത്. വിദേശത്തുണ്ടായിരുന്ന സമയം മുതൽ കുട്ടി ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. അതായത് പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അവൾ +2-വിൽ. ഇത്രയും നാൾ കണ്ണില്ലാത്ത ക്രൂരതയാണ് അയാൾ ആ കുട്ടിയോട് ചെയ്തത്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ഈ മാസം ജൂലൈ 4-ന് പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയായ, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നൊരു പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണവും ആരംഭിച്ചു. ആകെ മൊത്തത്തിൽ ഞെട്ടിച്ച ഈ വാർത്ത ജൂലൈ 5-ന് യു-ടേൺ അടിച്ചു വന്നു. സംഗതി യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ഈ പറഞ്ഞ 13 വയസ്സുകാരിക്ക് സഹപാഠിയോട് പ്രണയം തോന്നിയിരുന്നു. പ്രണയിക്കാൻ പറ്റിയ പ്രായമാണ്, 13 വയസ്സേ. എന്തായാലും സഹപാഠിക്ക് പ്രണയം തോന്നിയില്ല. തുടർന്നുണ്ടായ വിരോധത്തെ തുടർന്ന് പെൺകുട്ടിയുടെ ബുദ്ധിയിൽ തോന്നിയ ചെറുതല്ലാത്ത ഒരു ഐഡിയ 2 ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. ഒന്ന് സ്കൂളിലെ ശുചിമുറിയിൽ, മറ്റൊന്ന് പെൺകുട്ടിയുടെ സഹപാഠിയായ മറ്റൊരു കുട്ടിയുടെ വീട്ടിൽ വെച്ച്. പക്ഷെ നാണക്കേടുണ്ടായത് ആർക്കാണ്? ആ ആൺകുട്ടികൾക്കല്ലേ. അവർക്കില്ലേ ഭാവി? വൈദ്യപരിശോധനയിൽ പെൺകുട്ടിയുടെ പരാതി വ്യാജമെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത 2 FIR-കളും ക്ലോസ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ മുൻപാകെ പെൺകുട്ടി മൊഴി നൽകിയത് പീഡനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിനൊക്കെ മറുപടി പറഞ്ഞാലുണ്ടല്ലോ കൂടിപ്പോകും. അടുത്ത വാർത്ത കേട്ടപ്പോൾ കുറച്ചൊന്ന് ഞെട്ടി. എന്തൊരു വൃത്തികെട്ട നാട്ടിലാണ് ഈ ജീവിക്കുന്നത് എന്ന് വരെ ചിന്തിച്ചു പോയി. പീഡനത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ പറഞ്ഞു വന്നത്. തളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിൻ എന്ന 25-കാരി. വിഷയം കുറച്ച് സീനാണ്. ഈ പെൺകുട്ടി നേരത്തെ 2 പോക്സോ കേസുകളിൽ പ്രതിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നാ വിശ്വസിക്കണം, ഉള്ളതാ. ആ 2 കേസുകളുടെ കൂടെ ഒരു പീഡന കേസ് കൂടി. പുതിയ കേസ് ഇതാണ്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 16-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. തളിപ്പറമ്പുകാരിയായ സ്നേഹ കാസർഗോഡുള്ള പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. അന്ന് അവിടെ തങ്ങി. ഈ സമയത്താണ് ഉറങ്ങിക്കിടന്ന 16-കാരിയോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായത്. ഭയം മൂലം പെൺകുട്ടി കാര്യം പുറത്തു പറഞ്ഞില്ല. പിന്നീട് സഹോദരിയോട് എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞതിനെ തുടർന്നാണ് പോലീസിനെ അറിയിക്കുന്നതും കേസെടുക്കുന്നതും. മുൻപ് 2 ആൺകുട്ടികളെയും 1 പെൺകുട്ടിയെയും പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് ഈ സ്നേഹ. എന്തൊക്കെയാണോ ഈ നടക്കുന്നത്? ഇതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ പറഞ്ഞാൽ തന്നെ നാക്കു നാറും. ഒരുപാട് വിഷമം തോന്നിപ്പിച്ച മറ്റൊരു വാർത്തയാണ് 4 മാസം മുന്നേ ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്നത്. വാർത്ത ഇതാണ്. 14-കാരിയായ പെൺകുട്ടിയെ അച്ഛനും ബന്ധുക്കളും ചേർന്ന് നിരന്തരം പീഡനത്തിനിരയാക്കി. ഓർക്കണം, സ്വന്തം അച്ഛനാണ്. കുട്ടി 4 വർഷമായി കൊടും ക്രൂരതയ്ക്കിരയാകുന്നു എന്നാണ് കണ്ടെത്തൽ. 8 വയസ്സ് മുതൽ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, അതും അമ്മയുടെ സഹോദരനിൽ നിന്ന്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നെ നടന്നത് തെല്ലൊന്ന് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ് കേട്ടോ. കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചു. കുട്ടി CWCയുടെ തണലിലാണ് പിന്നെ വളർന്നത്. പിന്നീട് 2022-ൽ പിതാവ് സഹോദരിയുടെ വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. പിന്നീട് അങ്ങോട്ട് കുട്ടി പിതാവ് ഉൾപ്പെടെയുള്ളവരുടെ ക്രൂരതകൾക്ക് ഇരയായി. അച്ഛനെ ഉൾപ്പെടെ വേണ്ട, ആ വാക്കിന് ഒരു പവിത്രതയുണ്ട്. അയാൾ ഉൾപ്പെടെയുള്ള 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കുടുംബശ്രീയുടെ സ്നേഹിത സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. എത്ര വാർത്തകളാണല്ലേ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഞാനിപ്പോൾ അടുത്തിടെ നടന്ന ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. മനുഷ്യരിങ്ങനെ കണ്ണില്ലാത്ത ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നത് ഒന്ന് വിവരമില്ലായ്മ കൊണ്ട്. പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണേ, വിവരമില്ലായ്മ. മറിച്ച് വിദ്യാഭ്യാസം എന്നല്ല,
വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വർഷം തോറും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രതിവർഷം 4 ലക്ഷത്തിലധികം കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഭൂരിഭാഗവും പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ്. ഇത്തരം കേസുകളിൽ 90% സാഹചര്യങ്ങളിലും ഇരകൾക്ക് മുൻപ് പരിചയമുള്ളവരോ ബന്ധുക്കളോ അയൽക്കാരോ ഒക്കെ തന്നെയാണ് ഈ പ്രതിസ്ഥാനത്ത് വരുന്നതും. ഭർത്താവോ ബന്ധുക്കളോ നടത്തുന്ന ക്രൂരതകൾ, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ കണക്കുകൾ മാത്രമാണിത് കേട്ടോ. സാമൂഹികമായ ഭയം, അപമാനം, ഭീഷണികൾ എന്നിവ കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കേസുകൾ ഇതിലും വളരെ കൂടുതലാണെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില അന്താരാഷ്ട്ര സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കേസുകളിൽ അച്ഛൻ എന്നൊരു വ്യക്തി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത കേൾക്കുമ്പോൾ ഉള്ളൊന്നു പൊള്ളാറുണ്ട്, അകമൊന്നു നീറാറുണ്ട്. അച്ഛൻ അപകടകാരിയാവുകയല്ല വേണ്ടത്, മറിച്ച് അഭയമാവുകയാണ് വേണ്ടത്. കാരണം എനിക്കെൻ്റെ തണലായ അച്ഛനെ ഓർമ്മ വരും. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നും, ഞാൻ എത്ര ഭാഗ്യവതി. വാവള്ളി വരപൂജ്യത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി. വാവള്ളി വരപൂജ്യം.